എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 30 സിനോണിംസിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് PSC, PYക്കും അതേപോലെ തന്നെ SSC, PYക്കും ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് 30 ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓരോ ക്വസ്റ്റ്യനും വായിക്കും. അപ്പൊ ആൻസർ നിങ്ങളുടെ മൈൻഡിലേക്ക് പോരട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് വൺ, സിനോണിം ഓഫ് എക്രൂ. എക്രൂ എന്ന് പറഞ്ഞാൽ എന്താ? എക്രൂ, വേഗം മൈൻഡിലേക്ക് ആൻസർ പോരട്ടെ. എക്രൂ എന്ന് പറഞ്ഞാല് ഗ്യാദർ ചെയ്യുക അല്ലെ, ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ് എക്രൂ കേട്ടോ. അക്കോമഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ് എക്രൂ. നമുക്ക് വേണമെങ്കിൽ സ്ക്രൂ എന്നൊക്കെ ഓർക്കാം അല്ലെ. എക്രൂ എന്ന് പറയുമ്പോൾ സ്ക്രൂ, ഈ സ്ക്രൂ ഒക്കെ നമ്മൾ ഇങ്ങനെ ഗ്യാദർ ചെയ്ത് കളക്ട് ചെയ്ത് വെച്ചേക്കും എന്നുള്ള രീതിയിൽ ഓർക്കാം. പല സൈസിലുള്ള സ്ക്രൂ ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ ഗ്യാദർ ചെയ്ത് വെക്കും എന്നൊക്കെ ഓർക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് എക്രൂ. അടുത്ത ചോദ്യം നോക്കാം. നെക്സ്റ്റ് വൺ, സിനോണിം ഓഫ് സെസ്റ്റ്. വേഗം ആൻസർ പറഞ്ഞോളൂ. സിനോണിം ഓഫ് സെസ്റ്റ്. സെസ്റ്റ് എന്ന് പറഞ്ഞാല് ഗസ്റ്റോ ആണ്. ഗസ്റ്റോ എന്ന് പറഞ്ഞാൽ എന്താ? എന്തൂസിയാസം അല്ലെ. അപ്പൊ ഗസ്റ്റ്, നമുക്ക് വേണമെങ്കിൽ ചില ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കും, എന്തൂസിയാസം ആയിരിക്കും എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ഗസ്റ്റ്, സെസ്റ്റ് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇത് നമ്മുടെ PSC, PYQ ആയിരുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. സിനോണിം ഓഫ് ഇന്റർപ്രറ്റ്. ഇന്റർപ്രറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർപ്രറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെ. എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മൾ പല ക്വസ്റ്റ്യൻസിലും കണ്ടിട്ടുണ്ടാവുമല്ലോ ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ അല്ലെ. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. വിശദീകരിക്കുക. അടുത്ത ചോദ്യം, സെർമോണൈസ്. സെർമോണൈസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ SSC, PYQ ആണ് സെർമോണൈസ്. സെർമോണൈസ് എന്ന് പറഞ്ഞാല് ആൻസർ അഡ്വൈസ് ചെയ്യുക അല്ലെ, ഉപദേശിക്കുക അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുക. സാറ് മോനെ ഒന്ന് അഡ്വൈസ് ചെയ്യൂ എന്നൊക്കെ നമുക്ക് ഓർത്തു വെക്കാം അല്ലെ. അപ്പൊ സെർമോണൈസ് എന്ന് പറഞ്ഞാൽ അഡ്വൈസ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള കോഴ്സ്, ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സ് ഉണ്ട് കേട്ടോ. 399 റുപ്പീസ് ആണ് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. അതിൽ ഗ്രാമർ ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്, അതേപോലെ തന്നെ 800 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സെഷനും കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഫിഫ്ത് വൺ, സിനോണിം ഓഫ് ഡിഫിഡന്റ്. ഡിഫിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫിഡന്റ് ആൻസർ ഷൈ ആണ്. ഓക്കെ, ഡിഫിഡന്റ് എന്ന് പറഞ്ഞാൽ ഷൈ. നമുക്ക് ഡിഫറെന്റ് എന്നുള്ള രീതിയിൽ ഓർക്കാം. നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആണെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചെറിയൊരു നാണം അല്ലെങ്കിൽ ഒരു ഷൈനെസ് ഒക്കെ വരുന്ന ഓർക്കാം അല്ലെ. അപ്പൊ ഡിഫിഡന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എന്താണ്? ഷൈ ആണ്. അടുത്ത് നോക്കാം. സിനോണിം ഓഫ് സീംലെസ്. സീംലെസ് എന്ന് പറഞ്ഞാൽ എന്താ? സീംലെസ്, സീംലെസ് എന്ന് പറഞ്ഞാല് ഫ്ലോലെസ് ആണ് അല്ലെ. ഫ്ലോലെസ് എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് ഓക്കെ ഫ്ലോ ചെയ്യുക. ഫ്ലോലെസ് ആണ് കേട്ടോ. അപ്പൊ സീംലെസ് എന്ന് പറഞ്ഞാൽ ഫ്ലോലെസ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മാർക്സ് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക. അപ്പൊ ഞാൻ ഇതിന്റെ തംബ്നെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ മാർക്കിന്റെ റേഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. മാർക്ക് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഉത്സാഹത്തോടെ പഠിച്ച് മുന്നോട്ട് വരിക കേട്ടോ. സിനോണിം ഓഫ് എസ്ച്യു. എസ്ച്യു എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്ച്യു, എസ്ച്യു എന്ന് പറഞ്ഞാല് വേഗം ആൻസർ പറഞ്ഞോളൂ. യെസ്, എസ്ച്യു എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് ചെയ്യുക. ഇപ്പൊ നമ്മള് എവിടെയെങ്കിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ച്യൂ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ബിഹേവിയർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, എസ്ച്യു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് അവോയ്ഡ്. അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എഡേജ്. എഡേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ SSC, PYQ ആണ്, PSCയിലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എഡേജ് എന്ന് പറഞ്ഞാൽ പ്രോവർബ് ആണ് അല്ലെ. പ്രോവർബ് ആണ് എഡേജ്. നമുക്ക് ഓർക്കാം, ഈ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് പല പ്രോവർബും ഒറിജിനേറ്റ് ചെയ്യണമെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ എഡേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് പ്രോവർബ് ആണ്. അടുത്ത ചോദ്യം, സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദി ഗിവൺ വേർഡ് മെമത്ത്. മെമോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മെമോത്ത്. മെമോത്ത് എന്ന് പറഞ്ഞാൽ മെമോത്ത് എന്താണ്? വളരെ ഹ്യൂജ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എനോർമസ് ആയിട്ടുള്ള അല്ലെ. എനോർമസ് ആണ് നമ്മുടെ ആൻസർ കേട്ടോ. മെമോത്ത് എന്ന് പറഞ്ഞാല് എനോർമസ്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദി ഗിവൺ വേർഡ് സിന്റിലേറ്റിംഗ്. സിന്റിലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വേഗം നോക്കിയിട്ട് പറയാ. സിന്റിലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്പാർക്ലിംഗ് ആണ് അല്ലെ. നല്ലപോലെ തിളങ്ങുക എന്നുള്ളൊരു മീനിങ് ആണ്. സ്പാർക്കിൾ ചെയ്യുക. ഓക്കെ, അതിനെയാണ് സിന്റിലേറ്റിംഗ് എന്ന് പറയാ കേട്ടോ. ഓക്കെ, തിളങ്ങുക, സ്പാർക്ലിംഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. 10th ക്വസ്റ്റ്യൻ ആണ്. സിനോണിം ഓഫ് എക്വിറ്റി. എക്വിറ്റി എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ്? എക്വിറ്റി. അല്ലെങ്കിൽ ഒരു ക്ലൂ തരാം. എക്യൂട്ട് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഓർക്കാം. എക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ?
വേഗം ആൻസർ പറഞ്ഞോളൂ. യെസ്, ഷാർപ്നെസ് ആണ്. എക്യൂട്ട് എന്നൊക്കെ നമ്മൾ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഷാർപ്നെസ് എന്നുള്ളതാണ് എക്വിറ്റി എന്ന് പറഞ്ഞാൽ. എക്വിറ്റി എന്ന് പറഞ്ഞാൽ ഷാർപ്നെസ്. ഓക്കെ, അടുത്ത ചോദ്യം. സ്ട്രെച്ചിന്റെ സിനോണിമാണ് ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. സ്ട്രെച്ച് എന്ന് പറഞ്ഞാല് വേഗം ആൻസർ പോരട്ടെ. സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെ. സ്ട്രെച്ച് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, വലിച്ചു നീട്ടുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദി ഗിവൺ വേർഡ്. ലീത്തൽ. ലീത്തൽ എന്ന് പറഞ്ഞാൽ ഫെറ്റൈൽ ആണ് അല്ലെ. ഫെറ്റൈൽ എന്നുള്ളതാണ് ലീത്തൽ. വളരെ മാരകമായിട്ടുള്ള, ഫെറ്റൈൽ ഡിസീസ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, മാരകമായിട്ടുള്ള കേട്ടോ, അതാണ് ലീത്തൽ. ഇറ്റ് മീൻസ് വാട്ട്? ഫെറ്റൈൽ. അടുത്ത ക്വസ്റ്റ്യൻ, സിനോണിം ഓഫ് പെർട്ടൈൻ. പെർട്ടൈൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ്? നല്ലപോലെ നോക്കിയിട്ട് ആൻസർ പറയാം കേട്ടോ. സംബന്ധിച്ചുള്ള എന്നൊക്കെ ഒരു മീനിങ് ആയിട്ട് വരുന്ന കൺസേൺ അല്ലെ. കൺസേൺ ആയിട്ടിരിക്കുക എന്നുള്ളൊരു മീനിങ് അല്ലെ. പെർട്ടൈൻ എന്ന് പറഞ്ഞാൽ കൺസേൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് വൺ, സിനോണിം ഓഫ് മോർഡന്റ്. മോർഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മോർഡന്റ് ആൻസർ പോരട്ടെ. മോർഡന്റ് എന്ന് പറഞ്ഞാൽ ആൻസർ ക്രൂവൽ ആൻഡ് ക്രിട്ടിസൈസിങ്. വാട്ട് ഇസ് ഇറ്റ്? ക്രൂവൽ ആൻഡ് ക്രിട്ടിസൈസിങ്, അല്ലെങ്കിൽ കോസ്റ്റിക് എന്നൊക്കെ പറയാം കേട്ടോ. കോസ്റ്റിക് സോഡ എന്നൊക്കെ പറയില്ല, അതേപോലെ കോസ്റ്റിക്. അപ്പൊ മോർഡന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മൊരടൻ എന്നുള്ള രീതിയിലൊക്കെ എടുക്കാം അല്ലെ. ടീ നോക്കാണ്ട് മൊരടൻ എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. ടീ കൺസിഡർ ചെയ്യേണ്ട. മൊരടൻ എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ കുറച്ച് ക്രൂവൽ ആൻഡ് ക്രിട്ടിസൈസിങ്, അല്ലെങ്കിൽ ഒരു ഹ്യൂമറസ് വേയിലൊക്കെ വിളിക്കുന്നതല്ലേ, അങ്ങനെ ഓർത്ത് വെക്കാം. അപ്പൊ ക്രൂവൽ ആൻഡ് ക്രിട്ടിസൈസിങ് ആണ് മോർഡന്റ്. പഠിച്ചു വെച്ചേക്കുക. മോർഡന്റ് എന്ന് പറഞ്ഞാൽ ക്രൂവൽ ആൻഡ് ക്രിട്ടിസൈസിങ്, അല്ലെങ്കിൽ കോസ്റ്റിക് എന്നായിരിക്കും ചിലപ്പോൾ ഓപ്ഷനിൽ കൊടുക്കുക കേട്ടോ. ഇനി ചെറിഷ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിഷ് ചെയ്യുക. എന്താണ് ചെറിഷ് എന്ന് പറഞ്ഞാൽ? ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ ഏത് ഓപ്ഷനാണ് അതിന്റെ സിനോണിം ആയിട്ട് വരുന്നത്? ആൻസർ പോരട്ടെ. ചെറിഷ് എന്ന് പറഞ്ഞാൽ ട്രഷർ ചെയ്യുക അല്ലെ. മനസ്സിൽ താലോലിച്ച് വെക്കുക, അല്ലെങ്കിൽ ട്രഷർ ചെയ്യുക എന്നൊക്കെയാണ് അതിന്റെ മീനിങ് ആയിട്ട് വരിക. ചെറിഷ് എന്ന് പറഞ്ഞാൽ ട്രഷർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ, റെപ്രിമെന്റ്. റെപ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെപ്രിമെന്റ് എന്ന് പറഞ്ഞാൽ റെബ്യൂക്ക് ആണ്. റെബ്യൂക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ക്രിട്ടിസൈസ് ചെയ്യുക അല്ലെ. ക്രിട്ടിസൈസ് ചെയ്യുക. അപ്പൊ റിബ്യൂക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ റീബുക്ക് എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. നമ്മൾ വീണ്ടും ഒക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, എവിടെയെങ്കിലൊക്കെ വിളിച്ച് വീണ്ടും ഒക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലൊക്കെ കുറ്റപ്പെടുത്തും, ക്രിട്ടിസൈസ് ചെയ്യും എന്നൊക്കെ ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ റിബ്യൂക്ക് എന്ന് പറഞ്ഞാൽ ക്രിറ്റിസിസം, അതേപോലെ തന്നെ റെപ്രിമെന്റ് എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളതാണ് മീനിങ് ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിനോണിം ഓഫ് ആഡിൽ. ആഡിൽ എന്ന് പറഞ്ഞാൽ എന്താ? ആഡിൽ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്, വേഗം പറഞ്ഞോളൂ. മഡിൽ. ആഡിൽ എന്നൊക്കെ പറഞ്ഞാൽ കൺഫ്യൂസ് ആണ് അല്ലെ. കൺഫ്യൂസ്ഡ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വലിയ നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നൊക്കെ ഓർത്ത് വെക്കാം. അതേപോലെ തന്നെ മഡിൽ എന്ന് പറഞ്ഞാലും കൺഫ്യൂഷൻ ആണ് അല്ലെ. മഡ് എന്ന് പറയുമ്പോൾ ചെളി ഉണ്ടെങ്കിൽ നമുക്ക് ആ വഴിക്ക് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, അങ്ങനെ ഓർക്കാം കേട്ടോ. അടുത്ത് നോക്കാം. എയോൺ. എയോൺ എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഒരു എറയാണ് കേട്ടോ. ഒരു എറേനെയാണ് നമ്മൾ എന്ത് പറയാ? എയോൺ എന്ന് പറയാം. ഓക്കെ, ഇനി ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം പഠിച്ചേക്കാട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആണ്. സിനോണിം ഓഫ് റീകോപ്പ്. റീകോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീകോപ്പ് എന്ന് പറഞ്ഞാൽ യെസ്, റിക്കവർ അല്ലെ. റിക്കവർ ചെയ്യുക. റിക്കവർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ? റീകോപ്പ് എന്ന് പറയാ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ റിക്കവർ ചെയ്തപ്പോ വീണ്ടും കപ്പ് എടുത്തു എന്നുള്ള രീതിയിൽ എടുക്കാം. റീകപ്പ് എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, നമ്മുടെ അസുഖത്തിൽ നിന്നൊക്കെ നമ്മൾ റിക്കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ റീകപ്പ് കിട്ടി, നമുക്ക് വീണ്ടും കപ്പ് കിട്ടി എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. അപ്പൊ റീകോപ്പ് ഇറ്റ് മീൻസ് വാട്ട്? ഇറ്റ് മീൻസ് റിക്കവർ എന്നുള്ളതാണ് കേട്ടോ. സിനോണിം ഓഫ് എപ്പാൾ. എപ്പാൾ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ്? നമ്മുടെ SCERT-യിലുള്ള ഒരു സിനോണിമാണ് എപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആശ്ചര്യപ്പെട്ട് നിൽക്കുക അല്ലെ. സർപ്രൈസ്ഡ് ആവുക, അല്ലെങ്കിൽ ഡിസ്മേ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് ആലോചിക്കാം, എല്ലാവർക്കും ആപ്പ് ഓൾ എന്നുള്ള രീതിയിൽ എടുക്കാം. എല്ലാവർക്കും ആപ്പ് കിട്ടിക്കഴിയുമ്പോൾ ആകെ അങ്ങനെ സർപ്രൈസ്ഡ് ആയി അല്ലെങ്കിൽ ആശ്ചര്യപ്പെട്ട് നിന്നു എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ആപ്പ് കിട്ടിയപ്പോൾ. ഓക്കെ, അപ്പൊ ഡിസ്മേ അല്ലെങ്കിൽ സർപ്രൈസ്ഡ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. അടുത്ത് നോക്കാം. ലുക്രേറ്റീവ്. ലുക്രേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ലുക്രേറ്റീവ് എന്ന് പറഞ്ഞാൽ ആൻസർ പ്രോഫിറ്റബിൾ ആണ്.
ഓക്കെ, ലുക്രേറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റബിൾ. പലരും ഇപ്പൊ ലുക്ക് ചെയ്യുന്നത് ഓക്കെ കേട്ടോ, ലുക്ക് ചെയ്യുന്നത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ ഓർക്കാം. ഓക്കെ, അപ്പൊ ലുക്രേറ്റീവ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ് മീൻസ് പ്രോഫിറ്റബിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയ്വ് എന്ന് പറഞ്ഞാൽ എന്താ? നെയ്വ്. ഓക്കെ, നെയ്വ് എന്ന് പറഞ്ഞാല് എന്താണ്? ഡിസോണസ്റ്റ് പേഴ്സൺ ആണ്. നെയ്വ് എന്ന് പറഞ്ഞാൽ ഡിസോണസ്റ്റ് പേഴ്സൺ. ഓക്കെ, നാവെടുത്ത നുണ പറയുന്ന ആൾ എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ, നാവെടുത്ത നുണ പറയുന്ന ആൾ. അപ്പൊ ഡിസോണസ്റ്റ് പേഴ്സൺ ആണ് നെയ്വ്. നെയ്വ് എന്ന് പറഞ്ഞാൽ ഡിസോണസ്റ്റ് പേഴ്സൺ. നെക്സ്റ്റ് വൺ, സൈക്കോഫെന്റ്. നിങ്ങൾക്ക് അറിയായിരിക്കും, വേഗം പറഞ്ഞോളൂ. സൈക്കോഫെന്റ് എന്ന് പറഞ്ഞാല് ആൻസർ ഫ്ലാറ്ററർ അല്ലെ, ഫ്ലാറ്ററർ. പോംപസ് എന്നൊക്കെ പറയും, പൊങ്ങച്ചം പറയുന്ന, അല്ലെങ്കിൽ ഫ്ലാറ്റർ എന്ന് പറഞ്ഞാല് പൊങ്ങച്ചം പറയുന്ന. അപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കാം, നമുക്ക് ഫ്ലാറ്റില് ഒരു സൈക്കോ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ സൈക്കോഫെന്റ്, ഫ്ലാറ്ററർ, പൊങ്ങച്ചം പറയുന്ന, പോംപസ്, ഇതൊക്കെ ഒരുമിച്ച് ക്ലബ് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് വൺ, റെറ്റിസെന്റ്. റെറ്റിസെന്റ് എന്ന് പറഞ്ഞാല് ടാസിറ്റേൺ അല്ലെങ്കിൽ റെറ്റിസെന്റ് എന്നൊക്കെ പറഞ്ഞാൽ അധികം സംസാരിക്കാത്ത അല്ലെ, നോട്ട് സെയിങ് മച്ച് ആണ്. ഓക്കെ, റെറ്റിസെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള, അധികം സംസാരിക്കാത്ത എന്നുള്ളതാണ് മീനിങ് വരുന്നത്. വിറ്റുപറേറ്റ് എന്ന് പറഞ്ഞാൽ അബ്യൂസ് ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യുക, അബ്യൂസ് ചെയ്യുക, കുറ്റപ്പെടുത്തുക. നമ്മൾ നേരത്തെ റിബ്യൂക്ക് പറഞ്ഞില്ലേ, അതേ മീനിങ് കേട്ടോ, വിറ്റുപറേറ്റ്. അപ്പൊ കയ്യിലുള്ള പൈസയൊക്കെ ഇങ്ങനെ ദൂർത്തടിച്ച് വിറ്റും പെറുക്കിയൊക്കെ നടക്കുന്ന ആൾക്കാർ. വിറ്റുപറേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വിറ്റും പെറുക്കിയും എന്നുള്ള രീതിയിൽ എടുക്കാം. അങ്ങനെ നടക്കുന്ന ആൾക്കാരെല്ലാവരും കുറ്റം പറയും, അബ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യും എന്നൊക്കെ ഓർത്തു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, റാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? റാത്ത് എന്ന് പറഞ്ഞാല് ആങ്കർ ആണ്. റാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആങ്കർ. ഓക്കെ, രാത്രി മര്യാദയ്ക്ക് ഉറക്കം വന്നില്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് നല്ല ദേഷ്യം വരുന്ന ഓർക്കാം അല്ലെ, ആങ്കർ. റാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആങ്കർ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, ഇംപെക്കബിൾ. ഇംപെക്കബിളിന്റെ സിനോണിം എന്താ? ഇംപെക്കബിൾ എന്ന് പറഞ്ഞാല് ഫോൾട്ട്ലെസ് അല്ലെങ്കിൽ ഫ്ലോലെസ് എന്നൊക്കെയാണ് മീനിങ് ആയിട്ട് വരിക. ഇംപെക്കബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഫോൾട്ട്ലെസ് അല്ലെങ്കിൽ ഫ്ലോലെസ് ആണ് കേട്ടോ, ഫ്ലോലെസ് ആണ്. അല്ലെങ്കിൽ പെർഫെക്റ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡ് ആണ്, ഇംപെക്കബിൾ. എല്ലാവരും പഠിച്ചേക്കുക. ഇറ്റ് മീൻസ് ഫോൾട്ട്ലെസ് അല്ലെങ്കിൽ ഫ്ലോലെസ്. ഓക്കെ, അല്ലെങ്കിൽ എക്സ്പേർട്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മിറ്റിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മിറ്റിഗേറ്റ് സിനോണിം ആണ് ചോദ്യം. മിറ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക, ടു റെഡ്യൂസ് ആണ് കേട്ടോ. മിറ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മീനിങ് ആയിട്ട് വരിക. ഇപ്പൊ നമ്മള് ഗേറ്റിന്റെ അവിടെ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നത് മിറ്റിഗേറ്റ് കേട്ടോ. മീറ്റ് ചെയ്യുന്നത്, ഗേറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് റെഡ്യൂസ് ചെയ്യും അല്ലെ, ഗേറ്റിൽ ഇല്ലെങ്കിൽ കുറെ ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് കാണാനൊക്കെ പറ്റുന്നൊക്കെ ഓർക്കാം. അപ്പൊ മിറ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗേറ്റിൽ പോയിട്ട് മീറ്റ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോ ടു റെഡ്യൂസ് എന്നുള്ളതാണ് മിറ്റിഗേറ്റിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എത്രണ്ണം തെറ്റി എന്നുള്ളത് നോക്കാം. ഓക്കെ, എന്നിട്ട് അതനുസരിച്ചിട്ട് പഠിച്ചു പോവാ കേട്ടോ. ആർക്കെങ്കിലും ഇംഗ്ലീഷിന്റെ ഗ്രാമറും വൊക്കാബുലറിയും അതേപോലെ തന്നെ 800 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അതിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് കമന്റ് ആയിട്ട് കൊടുത്തേക്കാം. അതേപോലെ തന്നെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ്സ് ഒക്കെ ഒന്ന് പോരട്ടെ കേട്ടോ, കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവായിട്ട് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് ഇതേപോലെയുള്ള സെഷൻസ് കണ്ടക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.